നമ്മുടെ ക്യാബിനുള്ള ഡോറിൻ്റെ വർക്കാണ് കേട്ടോ. അതായത് ക്യാബിൻ്റെ ലോറിയുടെ ഫ്രണ്ടിലുള്ള ക്യാബിൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡോർ വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഗ്ലാസ് ആണ് കേട്ടോ അതിൽ വരുന്നത്, ഫുള്ള് സ്ലൈഡിങ്ങിൻ്റെ. അതിപ്പോൾ ലേറ്റസ്റ്റ് മോഡലായിട്ട് നമ്മൾ സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ക്യാബിനിൽ ഡോറൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പോൾ അതിനുള്ള ഫ്രെയിമാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബെൻഡൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ഓൾഡ് മോഡൽ ബോഡി ക്യാബിൻ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഡോറിൻ്റെ പോർഷനും അതിൻ്റെ മുകളിലേക്ക് ഷട്ടറായിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ബെൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ആ ബെൻഡ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് സൈസാക്കി ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞു ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ട് ഈ ബെൻഡ് കാണുന്നത്. ആ പൈപ്പിൽ ശ്രദ്ധിച്ച് അറിയും ബെൻഡ് ഉള്ളത്. അതുപോലെ മൊത്തം മൂലയൊക്കെ ക്രോസ് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അവിടെ വെക്കുമ്പോൾ അതിൻ്റെ കുറച്ച് അപാകത എന്താണ്, ചെറിയ ഗ്യാപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാകും. കാരണം പഴയത് റീവർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം കാണും കേട്ടോ. പുതിയത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. എന്നാലും നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രെയിം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ലോറിയിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫ്രെയിം ബെൻഡൊക്കെ തട്ടി ഒക്കെ സെറ്റാക്കി വെൽഡിങ്ങും വിജാഗിരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വിജാഗിരി നമ്മൾ ഉള്ളിൽ വെച്ചിട്ടില്ല, സൈഡിൽ വെച്ച് അടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാണ് നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈമർ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടാണ് ഉള്ളത്. 4mm ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. കുറച്ചുകൂടി ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് അടക്കം ഫ്രെയിമാക്കി സെറ്റാക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ. ഉള്ളിൽ നിന്നുള്ള പോർഷനാണ് കാണിച്ചു തരുന്നത്. അതേപോലെ നമ്മൾ ക്ലിപ്പ് മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സ്ലൈഡിങ് താഴ്ത്തി വെച്ചാണ് ചെയ്യാൻ. പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതാ പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മുടെ ഇതൊരു ആന വണ്ടിയാണ് കേട്ടോ. ആനയ്ക്കുള്ള വണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.